ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യൻ നിരന്തരം മനഃശ്രവണ നിത്യാസനം ശ്രവണമെന്ന് നിത്യാസനം ചെയ്താണ് അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത്. പണ്ട് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നു, ഇന്നതില്ല എന്നുള്ള അറിയാം. ശ്രദ്ധിച്ച് കേട്ട് മനം ചെയ്ത ഒറ്റ വാക്ക് മതി ശരിക്കുള്ള ശിഷ്യരാണ്. നമ്മളിപ്പോൾ ഒരു ചെടി നട്ടൊരു 5 ദിവസം കഴിഞ്ഞിട്ട് അത് പൊക്കി നോക്കിയാൽ അത് വേറെ ഉറച്ചോ, പിന്നെയും നട്ട് വെച്ച് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പൊക്കി നോക്കുക ഉറച്ചോ ഇല്ലയോ. അവസാനം ആ ചെടി ചത്തും പോകും. ഇതുപോലെയാണ് ഓടി നടക്കുന്നത്. നമ്മൾ വേറൊറിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പിന്നെ ഒന്നും നേടിയില്ലല്ലോ, ഇവിടെ നിന്നിട്ട് അവിടെ ഇപ്പോൾ കിട്ടും. അങ്ങനെ പോകുന്നു. ഒരു ക്ഷമയാണ് ആവശ്യം. ഇതുപോലെ തന്നെ പറയുന്നത്, ഒരു കപ്പലിൽ ഒരു പക്ഷി ഇരിക്കുകയാണ്. കപ്പലിൻ്റെ പക്ഷിക്ക് ഇന്ന സ്ഥലം വരെ പോകണം. അപ്പോൾ കപ്പൽ പെയ്യനേ പോകുന്നുള്ളു. എപ്പോഴേ ഞാൻ പറന്നെങ്കിൽ എത്താമെന്ന് വെച്ചിട്ട് പറക്കാൻ തുടങ്ങി. നടന്നു കുഴഞ്ഞ് എത്തിയില്ല. തിരിച്ചു വന്ന് കപ്പലിലിരുന്ന് പിന്നെയും കുറച്ച് ക്ഷമയായി. വീണ്ടും പടിഞ്ഞാട്ട് പറക്കാൻ തുടങ്ങി. അപ്പോഴും എത്തിയില്ല. തിരിഞ്ഞ് തളർന്ന് തിരിച്ചു വന്ന് വീണ്ടും കപ്പലിരുന്ന് വീണ്ടും ക്ഷമയില്ല. വഴക്കൂടെ പറക്കാൻ തുടങ്ങി. പിന്നെ കുഴഞ്ഞു വന്ന് പിന്നെയും തിരിച്ചു വന്നിരുന്നു. ഇങ്ങനെ പറഞ്ഞു അവസാനം കപ്പലെത്തി. അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇത്രയും പറന്ന് കുഴയേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇതുപോലെ ഈ ഓടി നടക്കുന്നത്. അതുപോലെ ക്ഷമ അടിസ്ഥാനമായി നമുക്ക് ആ സമർപ്പണം നമുക്ക് പറഞ്ഞു. ചില മക്കളിനോട് അവിടെ പോയപ്പം പിന്നെ പറഞ്ഞു മനസ്സാണ് എല്ലാത്തിനും കാരണം, ദുഃഖത്തിന് കാരണം. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എത്രയോ പ്രാവശ്യം അമ്മ ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ദുഃഖത്തിന് കാരണം നിൻ്റെ മനസ്സാണ്. എപ്പോഴും ദുഃഖം എന്ന് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറയും നിൻ്റെ മനസ്സാന്ന് പറഞ്ഞു. ഗുരു അപ്പോൾ ശിഷ്യന്മാർ അങ്ങക്ക് അങ്ങതൊക്കെ പറയാം, ഞാനാ പാടുന്നത്. അപ്പോൾ പിന്നൊരു ദിവസം ഗുരു ഒരു മുള്ളു മരത്തെ കയറി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നോവുന്നീ ഒച്ചത്തിൽ കിടന്ന് വിളിവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു എന്താ പറയുന്നത്? അങ്ങ് തന്നെയല്ലേ മുള്ളു മരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, എന്നിട്ട് നോവുന്നീ പറയും. പിന്നെയും ഗുരു നോവുന്നീ. ഗുരു എന്തൊരു വിട്ടിത്തരം അങ്ങ് പറയുന്നത്? അങ്ങ് തന്നെയാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, നമ്മൾ കിട്ടാൽ മതി, അങ്ങ് വിട്ടിട്ട് ചാടു ഗുരു. അപ്പോൾ ദൈവമിനെ ചാടിയിട്ട് ഞാൻ ചെയ്ത വിട്ടിത്തരമെന്ന് നീ പറയാം. ഇതുപോലെ ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അപ്പോൾ നീ കേട്ടില്ലല്ലോ. മക്കളെ മനസ്സാണ് കാരണം. ഇത് 1000 പ്രാവശ്യം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്ത് കേട്ട ആളാണ്. ഇന്നെടുത്ത് ഒരു വാക്കിട്ട് അവരെങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയതാണ്. അപ്പോൾ അമ്മ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഇല്ലയോ, അതുകൊണ്ട് വേണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് മനസ്സ് പോകുന്നത്. അമ്മയെടുത്തിരുന്നപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതുവരെയും ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യൻ നിരന്തരം മനഃശ്രവണ ശ്രവണമെന്ന് നിത്യാസനം ചെയ്താണ് അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത്. പണ്ട് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നു, ഇന്നതില്ല എന്നുള്ള അറിയാം. എന്നാൽ വളരെ ലളിത രൂപത്തിൽ തള്ളക്കോഴി കുഞ്ഞു കോഴിക്ക് അരി പൊടിച്ചിട്ട് കൊടുക്കുന്ന പോലെ ഞാൻ ചെറിയ താക്കോലുകൊണ്ട് വലിയ പെട്ട് തുറക്കാം, വൈരപ്പെട്ട് തുറക്കാം എന്ന രീതി കുഞ്ഞു ഉദാഹരണത്തിൽ കൂടി മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ തത്വമസി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ വിശദീകരണം, അതെങ്ങനെ സാക്ഷാത്കരിക്കാം, അപ്പോൾ അതിനുള്ള മനസ്സിനെ എങ്ങനെ അതിനെ നിശ്ചലമാക്കി കൊണ്ടുവരണം, അതിന് ക്ഷമയെ കൊണ്ടുവരണം. അങ്ങനെ മനസ്സിലെ ഇതിനെ അവർക്ക് ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുകയുള്ളു. പാറക്കാറ്റിൽ മെറ്റിലാക്കിയാലേ വാർക്കാനൊക്കെ ഉള്ളു ഇപ്പോഴത്തെ ശിഷ്യർക്ക്. അപ്പോൾ അതുവേണ്ടി നമ്മൾ അത്ര ലളിതമാക്കി മെറ്റിലാക്കി കൊടുക്കുകയാണ്. എന്നാലും അങ്ങനെ നടക്കും, ഓടി നടക്കുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനം ചെയ്ത ഒറ്റ വാക്ക് മതി ശരിക്കുള്ള ശിഷ്യരാണ്. അപ്പോൾ അവർക്ക് ചെയ്ത് മനം ചെയ്ത് ഇതുകൊണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ മക്കൾ മാസത്തേക്ക് പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലാണ്. അമ്മയ്ക്കറിയാം, സൂപ്പർ മാർക്കറ്റിനടുത്ത് നിൽക്കുന്നവരാണ്. നാക്കിൽ പഞ്ചസാരയിട്ട് വെള്ളം വരേണ്ട കഷ്ടമായിരിക്കും. അപ്പോൾ ലോകത്തിനൊരു വൈരാഗ്യം എടുക്കാൻ കഷ്ടമാണ്. വെള്ളം കുടിക്കുന്ന വെള്ളം ആക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചാലേ കുടിക്കുന്ന വെള്ളം ആക്കാൻ ശുദ്ധീകരിച്ചെടുക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ അമ്മയ്ക്കറിയാം മക്കളുടെ അവസ്ഥ. എന്നാൽ അതേ രീതിയിൽ പോയാലും അങ്ങനെ കൊണ്ടുപോകണമെന്ന് പോയാലും ഇങ്ങനെ ഓടി നടക്കും വരെ.
മോൻ കോളേജിൽ പോകാൻ നേരത്ത് പാൻറ് ഷർട്ട് നോക്കിയപ്പോൾ ഒരു 3-4 ഇഞ്ച് നീളം കൂടിയിരുന്നു. അപ്പോൾ അതിട്ട് തയഞ്ഞ് പോകും. അപ്പോൾ ഈ മോൻ പറഞ്ഞു, എനിക്ക് കോളേജിൽ പോകാൻ ഈ പാൻസാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാൻസ്, ഒന്ന് തയ്ച്ച് തരുമോ അമ്മയോട് എന്ന് പറയും. എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ ജോലിക്ക് പോകണം, എനിക്ക് ഇന്ന് തയ്ക്കാൻ എനിക്ക് സമയമില്ല. അച്ഛനോട് അച്ഛൻ വന്ന് 3 ഇഞ്ച് കുറച്ചതാണ്. അപ്പം അച്ഛനും പറയും അച്ഛനും ജോലിക്ക് പോകണം, ചേച്ചിയോട് ചേച്ചിക്ക് കോളേജിൽ പോകണം. പിന്നെ വേലക്കാരോട് പറഞ്ഞപ്പോൾ അയ്യോ എല്ലാവർക്കും വെച്ച് കൊടുക്കാൻ വേണ്ടി എനിക്ക് സമയമില്ല, അത് കൊടുത്ത് അവർക്ക് ഇത് ഒന്നിനുള്ളിൽ ഇതെല്ലാം ശരിയാക്കി കൊടുക്കണ്ടേ, പശുവിനെ നോക്കണം, അത് നോക്കണം, ഇതാണ്. അപ്പോൾ ഈ പാൻസ് ഇട്ടിട്ട് തൻ്റെ വേറെ പാൻസ് ഇട്ടിട്ട് പോയി. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്താ ഇട്ട് നോക്കും, പാൻസല്ല കൗമീനമായി. കാരണം ഈ അച്ഛൻ ജോലിക്ക് പോയി വന്നിട്ട് ആ പാൻസിന് കുറച്ചു, അപ്പം മോൻ പറഞ്ഞത്രയും കുറച്ചു. അപ്പം അമ്മയും ജോലിക്ക് പോയി വന്നിട്ട് ആ പാൻസ് എടുത്ത് വീണ്ടും മോൻ പറഞ്ഞ അത്രയും ഇഞ്ച് കുറച്ച്. ചേച്ചിയും പോയി വന്നപ്പോൾ ചേച്ചിയും എടുത്ത് ആ പാൻസ് എടുത്ത് കണ്ടിച്ചു. ജോലിക്കാരൻ അടുക്കളക്കാർ അവരും വന്ന് ജോലി കഴിഞ്ഞപ്പോൾ ഈ പാൻസ് എടുത്ത് കണ്ടിച്ചു വെച്ചു. പാൻസ് കൗമീനമായി. വിരൂപത കളയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്, സൗന്ദര്യമാക്കി സ്വരൂപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷേ അത് വിരൂപമാക്കിയെടുക്കുക ചെയ്ത്. അപ്പം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ പലയിടത്താകുമ്പോൾ ഒന്നിലും ഉറയ്ക്കത്തില്ല. അതോ ശരി, ഇത് ശരി, അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേ. ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ നിൽക്കാണ്ട് ക്ഷമയാണ് ആവശ്യം ഒരു ശിഷ്യന് വേണ്ടത്.